എൻ്റെ പേര് ജസീന്ത. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. 2023 ഡിസംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായി വരുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ വലത് കാലിന് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കയറി വന്ന വഴിയിൽ വെച്ച് തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ ഇതെന്താണ്, എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇനി ഞാൻ ഇങ്ങനെയാണോ? കാലിൻ്റെ മുപ്പൂറ്റിക്കാണ് വേദന. ഒരു തരത്തിൽ കാല് മുന്നോട്ട് വെച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കണൊക്കെ എടുത്ത് മുകളിൽ ചെന്ന് വളരെ ബുദ്ധിമുട്ടി കസേരയിൽ ഇരുന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ കാല് മൊത്തത്തിൽ വലിക്കുന്നത് പോലെ തോന്നി, ഒരു ഞരമ്പ് വലിക്കുന്നത് പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വീട്ടിൽ ചെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ആ വേദന മാറി. പിന്നെ ഇതുവരെയും ഈ 1 വർഷമായി എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല. രണ്ടാമത്തെ സാക്ഷി എന്താ, എൻ്റെ ചേച്ചിയുടെ കാര്യമാണ്. ചേച്ചിയുടെ മകൻ സൗദി അറേബ്യയിലാണ്. അവന് 2 വർഷമായിട്ട് അവൻ്റെ ഇക്കാമ പുതുക്കി കിട്ടുന്നില്ലായിരുന്നു. അവന് അത് പുതുക്കി കിട്ടിയിട്ട് വേണം നാട്ടിൽ വന്ന് ക്യാൻസർ രോഗിയായ അമ്മയെ ഒന്ന് കാണാനായിട്ട്. അമ്മയെ കാണാനായിട്ട് വരാനായിട്ട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ നീ ഒന്ന് പ്രാർത്ഥിര്, എനിക്ക് അവനെ കാണുകയും എൻ്റെ മക്കളെ കാണുകയും അവൻ വന്ന് എന്നെ കണ്ടതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അവൻ തിരിച്ചു പോകട്ടെ എന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 10ാമത്തെ ദിവസം തന്നെ അവൻ ഇക്കാമ റിന്യൂ ചെയ്ത് കിട്ടുകയും അവൻ വന്ന് അവൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും ചേച്ചി വിചാരിച്ചതുപോലെ തന്നെ എന്നെ മാതാവ് കാണിച്ചു തന്നു ആ ഡേറ്റ്, ചേച്ചി മരിക്കുന്ന ദിവസം. അതിന് മുമ്പ് അവന് പോകണമായിരുന്നു. എങ്കിലും ഞാൻ ചോദിച്ചു, മാതാവേ എന്താണ് ഈ 6 എന്ന തീയതി എനിക്ക് കാണിച്ചു തരുന്നത്? അപ്പം ഉടനെ കാണിക്കുന്നു 7 എന്ന്. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ നിൻ്റെ ലീവ് ഒന്ന് നീട്ടിയെടുക്കാൻ. ഇങ്ങനെ എന്നെ മാതാവ് ഇങ്ങനെ കാണിക്കുന്ന ഒരു 6 എന്ന തീയതി, അതുകൊണ്ട് മോൻ നീട്ടിയെടുക്കാൻ പറഞ്ഞു. അവൻ എന്തായാലും നീട്ടിയെടുത്തു. ആ ചേച്ചി 6-ാം തീയതി മരിക്കുന്നു. 7-ാം തീയതി തന്നെ ചേച്ചിയുടെ അടക്കമൊക്കെ കഴിഞ്ഞ് ചേച്ചിയുടെ കർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അവന് തിരിച്ചു പോകാനായിട്ട് സാധിച്ചു. 3ാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ്സാണ്. ആ ബിസിനസ് എന്താണെന്ന് പറഞ്ഞു. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങളൊക്കെ വിൽക്കുകയും അതിൻ്റെ പ്രോജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അത് കോവിഡ് സമയത്ത് അത് പാടെ അങ്ങ് നിന്നുപോയി. എന്നാൽ പിന്നീട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം പതുക്കെയാണ് അത് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ മാറി ഞങ്ങൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ ഉടമ്പടി ഞങ്ങളുടെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മകൻ ബികോമിന് പഠിക്കുകയായിരുന്നു. അവന് അക്കൗണ്ടൻസി ഇച്ചിരി പ്രയാസമായിരുന്നു. അവൻ എപ്പോഴും പറയും, അമ്മ ഇനി എനിക്ക് സപ്ലി ഒന്നും എഴുതാൻ പറ്റത്തില്ല, എനിക്ക് ഫൈനൽ ഇയറിൽ എല്ലാ സബ്ജക്റ്റും ഞാൻ പാസ്സാകണം എന്ന് പറഞ്ഞു. അമ്മ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ എന്നും അവൻ പോകാൻ നേരം ഞാൻ അവന് തൈലം കൊണ്ട് കുരിശടയാളം വരയ്ക്കുകയും അവൻ്റെ നാവിൽ ഉപ്പ് തൊടിയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവൻ എന്തായാലും പരീക്ഷയൊക്കെ എഴുതി, നന്നായിട്ട് പരീക്ഷ എഴുതി. അവൻ സപ്ലി ഒന്നും കൂടാതെ തന്നെ എല്ലാ വിഷയങ്ങളും അവൻ പാസ്സായി. ഈ ഞങ്ങളുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാശ് രൂപവും കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്തായാലും ആ പ്രശ്നങ്ങൾ അതോടെ മാറി. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ഹാർട്ട് അറ്റാക്കൊക്കെ വന്നതാണ്. ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ ഒരു അസ്വസ്ഥതയും ഉണ്ടാകരുതേ എന്ന്. ഇപ്പോഴ് യാതൊരു അസ്വസ്ഥതയുമില്ല. ദൈവം സഹായിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. കാരുണ്യപ്രവർത്തികൾ സാമ്പത്തികമായിട്ട് അതായത് അശരണരായിട്ടുള്ളവർക്ക് ഞങ്ങൾ ചെറിയ സഹായമൊക്കെ ചെയ്യും. പിന്നെ വസ്ത്രം കൊണ്ട് സഹായിക്കാറുണ്ട്. ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുകയും
രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് തൈലമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന സമാശ്വാസമൊക്കെ കൊടുത്ത് അവരെ കർത്താവിൻ്റെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ കർത്താവ് ഞങ്ങളെ മാതാവിലൂടെ സാധിച്ചു തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി.